ഹലോ മൈ ഡിയേഴ്സ്, ചേനയും ഉള്ളിയും വെച്ചിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ നമ്മൾക്ക് വീഡിയോയിലോട്ടേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിനാവശ്യമായി ഞാൻ ഇത്ര ചേന എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചേന മുറിക്കുന്നതിന് മുന്നേ നമ്മൾ കയ്യിൽ വെളിച്ചെണ്ണയോ അല്ല ഏത് എണ്ണയായാലും സാരമില്ല, നമുക്ക് കയ്യിലൊക്കെ പുരട്ടി കൊടുത്താൽ ചേന മുറിക്കുമ്പോൾ നമ്മൾക്ക് കൈയൊന്നും ചൊറിയില്ല. അപ്പോൾ അതിനുശേഷം തൊലി നമ്മൾക്ക് ഇതുപോലെ കളഞ്ഞു വയ്ക്കാം. ഇതാ കണ്ടില്ലേ, ഇതുപോലെ എല്ലാ തൊലിയും ഇതിൻ്റെ വൃത്തിയാക്കിയിട്ട് മണ്ണൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിന്റെ തൊലിയൊക്കെ കളഞ്ഞു വെക്കുകയാണ്. അപ്പൊ അങ്ങനെ ഇതിന്റെ തൊലിയൊക്കെ കളഞ്ഞു. ഇനി നമ്മൾക്ക് ഇത് കട്ട് ചെയ്യാം. ഇതുപോലെ നേരിയതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാം. നന്ന നേരിയതല്ല, കുറച്ച് കട്ടിയായിട്ട് തിക്കായിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് നമ്മൾക്ക് ഉരുളക്കിഴങ്ങൊക്കെ കട്ട് ചെയ്യുന്ന പോലെ നമ്മൾക്ക് ക്യൂബായിട്ട് കട്ട് ചെയ്ത് കൊണ്ടുവരാം. ഇതാ കണ്ടില്ലേ, ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് നല്ല കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം. എന്താ വെച്ചാൽ മണ്ണൊക്കെ ഉണ്ടാവുമല്ലോ, ചേനയുടെ തൊലിയിലൊക്കെ ഒരുപാട് മണ്ണൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് ആവശ്യമുള്ള പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാമെന്ന് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല, അതും കൂടി ചേർത്ത് കൊടുത്താൽ ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ മറ്റുള്ള പച്ചക്കറി പോലെയല്ല, ഇത് ഇച്ചിരി വേവുള്ളത് കാരണം കുറച്ച് വെള്ളം അധികം ഒഴിക്കണം. പിന്നെ കരിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. പിന്നെ ഒരു 2 മിനിറ്റ് വെന്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് തുറന്നു നോക്കിയിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. അത് വേവുന്ന സമയം കൊണ്ട് വേറൊരു ചീനച്ചട്ടിയിലോട്ടേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകും ഇട്ട് കൊടുക്കാം. ഇനി ഇതിനാവശ്യമായിട്ട് ഉള്ളി ഇതുപോലെ നേരിയതായി കട്ട് ചെയ്തെടുക്കാം. പിന്നെ വറ്റൽമുളകും കരിവേപ്പിലയും തേങ്ങയും കൂടി റെഡിയാക്കി വെക്കാം. തേങ്ങ ലാസ്റ്റിലായിട്ട് ഇട്ടാൽ മതിയേ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾക്ക് ഉള്ളിയും വറ്റൽമുളകും കരിവേപ്പിലയും ഒന്ന് വഴറ്റി വയ്ക്കാം. നല്ലപോലെ ഒന്ന് വഴറ്റുക. ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. പിന്നെ ഇടയ്ക്ക് കുറച്ച് ചതച്ച വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ ചേന, അതും കൂടി നമുക്ക് ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ തേങ്ങയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. തേങ്ങയൊക്കെ നല്ലപോലെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഒരു മിനിറ്റ് ഒന്ന് ആ തേങ്ങയൊക്കെ ഒന്ന് ചൂടായി വരാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ച് 1 സെക്കൻഡ് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇനി വാങ്ങാവുന്ന നേരത്ത് നമുക്ക് മല്ലിയില വിതറി കൊടുക്കാം. ഇനി മല്ലിയില ഇഷ്ടമല്ലെങ്കിൽ കരിവേപ്പില വിതറി കൊടുത്താലും മതിയാകും. അങ്ങനെ എൻ്റെ ചേനത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി അല്ലേ. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതുപോലെ നല്ല വീഡിയോസ് വേണമെങ്കിൽ നിഷ വൈബ്സ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാവേ. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു.